നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലല്ല. നമുക്ക് ഇന്ന് ലൂയി വിറ്റൺ ഇമാജിനേഷൻ്റെ ക്ലോൺസിനെ പറ്റി നോക്കാം. നമുക്ക് ആ ക്ലോൺസ് ഒന്നൊന്നായിട്ട് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലത് ഏതാ, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഏതാന്ന് നോക്കാം. ലൂയി വിറ്റൺ ഇമാജിനേഷൻ എല്ലാവർക്കും അറിയാം. ഇതേത് ലൂയി വിറ്റൺ ഇമാജിനേഷൻ ഇവിടെ കണ്ടോ, ഇതിങ്ങനെ ഒരു ട്യൂബിനകത്താണ് വരുന്നത്. ഇതാണ് ഫ്രാഗ്രൻസ്. നമുക്ക് ഇത് മാഗ്നറ്റിക് ക്യാപ്പൊക്കെ ഇതിന് കേട്ടോ, കണ്ടോ. നമുക്ക് ഇത് നോക്കാം, സ്പ്രേ ചെയ്ത് നോക്കാം. നല്ല ഫ്രഷ് സിട്രസാണ്, നല്ല നാച്ചുറൽ ഫ്രഷ് സിട്രസുകളാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ ബെർഗമോട്ട്, സിട്രോൺ, അങ്ങനെ കുറേ സിട്രസുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മിഡിൽ നോട്ടിലോട്ട് വരുമ്പോൾ നെരോളിയുണ്ട്, ജിഞ്ചറുണ്ട്. ആ സിട്രസിന് കൂടുതൽ ഫ്രഷ്നെസ് കൊടുക്കും. അതായത് വൈറ്റ് ഫ്ലവർ, നെരോളി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ബ്ലോസമാണ്, അതായത് ഓറഞ്ചിൻ്റെ ഫ്ലവർ. അതും സിട്രസ് ഇത് ജിഞ്ചറും കൂടെ കൂടി അതിന് വീണ്ടും ഫ്രഷ്നെസ് കൊടുത്തിട്ട് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് അവിടെ സിന്നമൺ ഉണ്ട്. സ്ലൈറ്റ് സ്പൈസി ടച്ച് സിന്നമണും കൊടുക്കും. അപ്പം നമുക്ക് ഈ പല കറികളിലും നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഇട്ട് ബാലൻസ് ചെയ്യും, ഫ്ലേവർ ബാലൻസ് ചെയ്യുന്ന പോലെ ആ ഒരു ഫ്ലേവർ ബാലൻസിങ് നന്നായിട്ട് ഇവിടെ സിന്നമൺ ചെയ്യുന്നുണ്ട്. ബേസ് നോട്ടിനോട്ട് പോകുമ്പം അംബ്രോക്സൻ ഉണ്ട്, ഗ്വാക്ക് വുഡ് ഉണ്ട്, ടീ നോട്ടുണ്ട്. ടീ നോട്ട് ഇതിൻ്റെ ഒരു ഭയങ്കര സ്പെസിഫിക് സാധനമാണ്. നല്ല ആ ടീ നോട്ട് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്ത് വരികയും ചെയ്യും. ഇതിൻ്റെ ബേസിലോട്ട് പോകുമ്പോൾ നന്നായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ടീ നോട്ട്. എനിക്ക് ടീ നോട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ടീ നോട്ട് ഫ്രാഗ്രൻസുകൾ എനിക്കിഷ്ടമാണ്. അപ്പം അതാണ് ലൂയി വിറ്റൺ ഇമാജിനേഷനെ സ്പെഷ്യലാക്കുന്നത്. ഈ ഫ്രാഗ്രൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ പോകുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 5 പേരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് ഇത് ഏത് ഫ്രാഗ്രൻസാണ് അടിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ഫ്രഷാണ്. വിൻ്ററിൽ പറ്റത്തില്ല, നല്ല ഹോട്ട് ആയിട്ടുള്ള നല്ല ചൂടുള്ള സമയങ്ങളിലാണ് അടിക്കാൻ പറ്റുന്നത്. നമ്മുടെ കേരളത്തിന് പറ്റിയ സാധനം ഇത്. ഇത് അടിച്ചിട്ടൊരു മാരേജ് ഫംഗ്ഷനോ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 5 പേര് 6 പേരെങ്കിലും നിങ്ങളോട് മിനിമം ചോദിക്കും ഏത് ഫ്രാഗ്രൻസാണ് നിങ്ങൾ അടിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു പെർഫ്യൂമായത്. ഇതിൻ്റെ ക്രിയേറ്ററുടെ പേര് ജാക്ക് കവലിയർ ബെല്ലട്രൂഡ് എന്നാണ്. പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ലൂയി വിറ്റൺ ആണ്. ഇൻസൈൻ പ്രൈസസ് ആണ്, ലോകത്തിലെ ഏറ്റവും ഭയങ്കര ആഡംബര ബ്രാൻഡുകളിലൊന്ന്. അപ്പോൾ ഇതിൻ്റെ ക്ലോൺസ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് കദിലാജ് കറൂ സ്പൈസ് ബ്ലൂ, ഇത് ഫ്രഞ്ച് ടുബാക്കോ ബൈ ഇബ്രാഹിം അൽ ഖുറേഷി, പിന്നെ യൂസഫ് ബൈ ഇറക്കിയിട്ടുണ്ട് ഇമാജിനേഷൻ, പിന്നെ അൽ ഹർമൈൻ അംബറൂദ് അക്വാ ദുബായ് അൽ ഹർമൈൻ്റെ, പിന്നെ സീമയ അഫ്നാൻ ആ ടീമുള്ളതെന്ന് തോന്നുന്നു, അർമാഫാണോ അഫ്നാനാണോ അവരുടെ ഇത് മസാജ് ഇൻഫ്യൂസ്ഡ്, പിന്നെ ഒരു സ്പെയ്ഡ് ഓഫ് ബ്ലൂ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു സ്പെയ്ഡ്, നമ്മുടെ ചീട്ട് കളിക്കുന്ന സ്പെയ്ഡിൻ്റെ ആകൃതിയിലുള്ള ഒരു പെർഫ്യൂം ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതുണ്ട്, പക്ഷെ അതിന് നല്ല വിലയുണ്ട് കേട്ടോ. അത് ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യത്തില്ല, കാരണം നല്ല പെർഫ്യൂമാണെന്ന് ഞാൻ കേട്ടു. ഇമാജിനേഷൻ്റെ അത്രയും വില ഒരു $100 ആ റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇമാജിനേഷൻ വാങ്ങാൻ പറ്റും. എന്ത് കാര്യത്തിലാണ് പിന്നെ അത് പോയി വാങ്ങിക്കുന്നത്? 50 മില്ലിക്ക് നിങ്ങൾ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു ഇമാജിനേഷൻ്റെ, ബാക്കി 50 മില്ലിയും കൂടെ ഒന്നുകൂടെ ഇട്ടിട്ട് വാങ്ങിച്ചാൽ മതി. ക്ലോൺ ഇറക്കുവാണെങ്കിൽ മര്യാദയ്ക്ക് ഇറക്കണം, പ്രൈസ് നല്ല കുറവായിരിക്കണം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ടാകണം. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ക്ലോണിൽ എപ്പോഴും നോക്കാറ്. പിന്നെ ഞാനെപ്പോഴും വില കൂടിയ ക്ലോണുകളെക്കാൾ ഒരു മീഡിയം ക്ലോണുകളാണ് എപ്പോഴും ഞാൻ പറയാറ്. നമുക്ക് ഇത് ഇവിടെ തന്നെ വെച്ചേക്കാം, കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കമ്പയർ ചെയ്ത് നോക്കാനുണ്ടാവും. അപ്പം നമുക്ക് ആദ്യം തുടങ്ങാം, കദിലാജ് കറൂസ് ബ്ലൂ സ്പൈസിയും തുടങ്ങാം. ഇത് കുറേ നാൾ മുമ്പ് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ കിട്ടിയത് ഈ ലൂയി വിറ്റൺ ഇമാജിനേഷൻ ക്ലോൺ. അപ്പം ഞാനത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതെ, ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കാണാമെങ്കിൽ കാണാം. അപ്പം നമുക്കത് ഇവിടെ ഇമാജിനേഷൻ ഞാൻ അടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് ഇവിടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കദിലാജ് ഞാനൊരു സ്പ്രേ കൊടുക്കുവാണേ, കണ്ടോ. അവിടെ അടിച്ചപ്പോൾ തന്നെ ഇവിടെ വന്നു. ഭയങ്കര ഫ്രഷ് സിട്രസസ് ആണ് കദിലാജിന് ഈ പറയുന്ന പോലെ ഉള്ളത്. ഇമാജിനേഷൻ്റെ ക്വാളിറ്റി ഇല്ല, ആ സിട്രസസിന് ഇമാജിനേഷൻ്റെ ക്വാളിറ്റി ഇല്ല. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇമാജിനേഷൻ്റെ ക്വാളിറ്റി അല്ല ആ സിട്രസസ് തരാൻ പറ്റത്തില്ല അവർക്ക്, കാരണം അതിന് നല്ല പ്രൈസിയാണ്. സിന്തറ്റിക് സിട്രസസ് ആയിട്ടാണ് ഇത് സ്മെല്ല് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഒരു അത്രയും അങ്ങ് അനാലിസിസിലോട്ട് പോയാലേ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒക്കെ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇത് ഞാൻ ഈ പറയുന്നതെല്ലാം മൈനർ ഡിഫറൻസസ് മാത്രമാണ്.
ലൂയി വിറ്റൺ സിട്രസ് വിത്ത് ആ കൈൻഡ് ഓഫ് എ സോപ്പി വൈബ് ഉണ്ട്. സോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുതരം ക്രീമി കൈൻഡ് ഓഫ് വൈബാണ്. അതായത് നമ്മുടെ ടീം എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരിതാ. ആ ഒരു എഫക്റ്റ് കതിലാജ് ബ്ലൂ സ്പൈസിനില്ല. ഇതിനകത്തും ടീ നോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അത് ലൂയി വിറ്റൺ ഇമാജിനേഷൻ അത്രയും ക്വാളിറ്റി ഉള്ള ടീ അല്ല. പിന്നെ ഇതിന്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ ലോഞ്ചിവിറ്റി ഒക്കെ മീഡിയം ടൈപ്പാണ്, ഒരുപാടില്ല. അപ്പം പിന്നെ 2500 രൂപ മറ്റേ വരുന്നുള്ളൂ. 2500 രൂപ വേഴ്സസ് 28,000 രൂപ എന്ന് തോന്നുന്നത്. 28,000 രൂപ വേഴ്സസ് 2500 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് 10-1 ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേങ്കിൽ അവരൊരു 80% ഇതിനോട് നീതി പുലർത്തുന്ന രീതി തന്നിട്ടുണ്ട്. ഇത് ക്ലോസ് ട്രാവൽ, കാറിനുള്ളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം, ഓഫീസിലൊക്കെ യൂസ് ചെയ്യും. ഇതെല്ലാം ഓഫീസ് യൂസിന് പറ്റിയത് കേട്ടോ. എല്ലായിടത്തും ഇത് ക്ലോസ് എൻകൗണ്ടേഴ്സിന് പറ്റി ഫ്രഷ് ഫ്രാഗ്രൻസസ് മുഴുവനും. പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രൊജക്ഷനും ലോഞ്ചിവിറ്റി ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോംപ്ലിമെന്റ്സ് അധികം ഇത് പുള്ളി ചെയ്യാറില്ല. അതാണ് കതിലാജ് കറോസ് ബ്ലൂ സ്പൈസ്. നെക്സ്റ്റ് നമുക്ക് ഇബ്രാഹിം അൽ ഖുറൈഷി ഫ്രഞ്ച് ടൊബാക്കോയിലേക്ക് പോകാം. ഫ്രഞ്ച് ടൊബാക്കോ ഞാൻ ഇവിടെ സ്പ്രേ ചെയ്ത് നോക്കുക. സ്ട്രിപ്പിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു എസൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് ലൂയി വിറ്റൺ ഇമാജിനേഷൻ വിത്ത് ടൊബാക്കോ നോട്ട് എങ്ങനെ ഇരിക്കും, അതാണ് ഈ ഫ്രഞ്ച് ടൊബാക്കോ. ഞാൻ പറഞ്ഞല്ലോ ഈ സിട്രസസ് കൊടുത്തിട്ട് അതിന്റെ ആ ഒരു എൻ്റെ ഒരു സിന്നമൺ കൊടുക്കുന്നവര്, ആ സിന്നമൺ ആ ഒരു സ്ഥലത്തേക്ക് ഇവർ ടൊബാക്കോയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കും. അപ്പോൾ ഒരു ആഡഡ് സ്പൈസിനെസ് ഇതിന് കൂടുതലാണ്. ഈ സ്പൈസിനെസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഒരേ സമയം ഫ്രഷും അതിന്റെ ആ ഒരു ഡാർക്ക് അണ്ടർടോണും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടൊബാക്കോ നന്നായിട്ട് ഇതിനകത്ത് പ്രൊനൗൺസ്ഡ്. അപ്പോൾ അതിനകത്ത് ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രൊജക്ഷൻ ലോഞ്ചിവിറ്റി ഈ 2 സാധനങ്ങളൊക്കെ കൂടും. നല്ല ബീസ്റ്റ് മോഡ് പെർഫോമറാണ്. എന്നിരുന്നാൽ കൂടെയും ഇമാജിനേഷന്റെ അത്രയും കോംപ്ലിമെന്റ്സ് എനിക്ക് ഫ്രഞ്ച് ടൊബാക്കോയ്ക്ക് കിട്ടിയിട്ടില്ല. ഇമാജിനേഷന് കുറച്ചുകൂടെ ഒരു കോംപ്ലിമെന്റ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും. അങ്ങനെയാണ് ഇമാജിനേഷൻ സ്മെല്ല് ചെയ്യുക. ആരും ചോദിക്കും നിങ്ങളോട് എന്തുവാന്ന്. ഫ്രഞ്ച് ടൊബാക്കോ എനിക്ക് ഇഷ്ടംപോലെ കോംപ്ലിമെന്റ്സ് മേടിച്ചു തന്നിട്ടുള്ള ഫ്രാഗ്രൻസ് ഇമാജിനേഷന്റെ സെയിം ലെവലിൽ കിട്ടത്തില്ല. പിന്നെ ഈ സ്പൈസിനെസ് ഉള്ള കാരണം ഇത് നല്ലതായിട്ട് പ്രൊജക്ട് ചെയ്യും. അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ സ്റ്റിൽ ഇതും 4 മണിക്കൂർ മേളിൽ ലാസ്റ്റ് ചെയ്യത്തില്ല. കേരളത്തിലുള്ള പ്രശ്നമാണത്, നമ്മുടെ ഹ്യൂമിഡിറ്റിയുടെ പ്രോബ്ലം. അല്ലാതെ ഇതിപ്പം കേരളത്തിന് ഇങ്ങനെ ഒരു നല്ലൊരു ഫ്രഷ് ഫ്രാഗ്രൻസ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് സിന്തസൈസ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലെങ്കിൽ അത് അത്യധികം സിന്തറ്റിക് വൈബായി പോവുകയും ചെയ്യും അങ്ങനെ എടുത്താൽ തന്നെ. അപ്പോൾ ഫ്രഞ്ച് ടൊബാക്കോ നല്ലൊരു ഓപ്ഷനാണ് ലൂയി വിറ്റൺ ഇമാജിനേഷന് ഓൾട്ടർനേറ്റീവായിട്ട്. അത്രേ ഉള്ളൂ. ഫ്രഞ്ച് ടൊബാക്കോയുടെ വില സൗദിയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ച്, സൗദി മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു 200 ml ഒരു 4,000-5,000 റേഞ്ചിലൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അത് ഭയങ്കര എക്കണോമിക്കലാണ്. ഈവൻ ഇമാജിനേഷൻ പോലും 100 ml 28,000 ഉള്ളപ്പം അത് 200 ml അത്ര ഒരു 4,000 എന്നൊക്കെ പറഞ്ഞാൽ 100 ml ഒരു 2,000 അറൗണ്ടൊക്കെ വരുന്നുള്ളൂ. അതിന് ഈ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ നല്ല ബാങ്ക് ഫോർ ബക്സ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇമാജിനേഷനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഫ്രഞ്ച് ടൊബാക്കോ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് ഫ്രഞ്ച് ടൊബാക്കോ. ഇമാജിനേഷനുമായിട്ടും 80% ആ ഒരു റേഞ്ചിൽ സിമിലാരിറ്റി ഉള്ളു. കാരണം ടൊബാക്കോ ആഡ് ചെയ്തത് വേറൊരു ഡയറക്ഷനാണ് എടുക്കുന്നത് അവിടെ. പക്ഷേങ്കിൽ ഫ്രഷ് ആണ്, നല്ല രസമുണ്ട്. ഇമാജിനേഷന്റെ രീതിയിൽ തന്നെ അത് മണക്കും, നമുക്ക് അറിയാൻ പറ്റും. അടുത്തതാണ് യൂസഫ് ബൈയുടെ ഇമാജിനേഷൻ. യൂസഫ് ബൈയുടെ ഇമാജിനേഷൻ ഞാൻ ഇവിടെയാണ് അടിക്കുന്നത്. അറ്റോമൈസറൊക്കെ നല്ല അടിപൊളി. ഞാൻ ഈ ഫ്രാഗ്രൻസ് ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിട്ടില്ല. നല്ല അടിപൊളി അറ്റോമൈസറൊക്കെയാണ്. പിന്നെ ബോട്ടിൽ ഡിസൈനൊക്കെ ഇത് ഇങ്ങനെ ഇരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ലൂയി വിറ്റന്റെ ഇമാജിനേഷനുമായിട്ട് ഇതിനുള്ള ഇത് സെയിം ജോണറാണ്. പക്ഷേങ്കിൽ ഇതിനുള്ള ആ ഒരു വൈബ് ഒരു അല്പം വ്യത്യാസമുണ്ട്. യൂസഫ് ബൈ ഒരു പക്ഷേ പുള്ളിയുടെ ടേക്ക് എടുത്തതായിരിക്കാം അവിടെ നിന്ന്. എന്നിരുന്നാൽ കൂടെ ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീഡിയം പ്രൊജക്ഷൻ ലോഞ്ചിവിറ്റി ആണുള്ളത്. നോക്കട്ടെ, ഞാൻ സൈഡ് ബൈ സൈഡ് ഒന്നുകൂടെ ഇമാജിനേഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണ യൂസഫ് ബൈ ഇമാജിനേഷൻ. യൂസഫ് ബൈനെ അറിയാം, ഇന്റർനാഷണലി ഭയങ്കര റിനൗണ്ട് ആയിട്ടുള്ള ഒരു പെർഫ്യൂമറാണ്. അദ്ദേഹത്തിന് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ. നമ്മുടെ മലയാളിയാണ് അദ്ദേഹം ഒരു ഭയങ്കര ജീനിയസ് ആണ്. ഏത് ഫ്രാഗ്രൻസ് കൊടുത്താലും
മിനിറ്റിനുള്ളിൽ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ. എനിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫ്യൂം ബാറിലൊന്ന് പോയി കുറച്ച് പെർഫ്യൂമൊക്കെ ഒന്ന് ഉണ്ടാക്കിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് കുറച്ച് കൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പം ദുബായിൽ പോകുമ്പം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് യൂസഫ് ഭായിയുടെ ഇമാജിനേഷൻ നോക്കാം. യൂസഫ് ഭായിയുടെ ഇമാജിനേഷൻ ഇവിടെ, ലൂയി വിറ്റൻ്റെ ഇമാജിനേഷൻ ഒന്നുകൂടെ സ്പ്രേ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ടോപ്പ് നോട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമുക്ക് രണ്ടും ഒന്നിച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓപ്പണിങ് യൂസഫ് ഭായ് ഏതാണ്ട് ഒരു 85-90% സിമിലർ ആക്കിയിട്ടുണ്ട് ഈ ലൂയി വിറ്റനുമായിട്ട്. ഡ്രൈ ഡൗണിൽ യൂസഫ് ഭായിയുടെ ഫ്രാഗ്രൻസ് ഒരല്പം കൂടി ഒരു തരം സോപ്പി വൈബ് കൂടുതലായിട്ട് വേറൊരു ടേക്കാണോ എടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാനിത് വരുത്തിയതേ ഉള്ളൂ ഈ ഫ്രാഗ്രൻസ്. ഇത് ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനോട്, ദുബായിലുള്ള നമ്മുടെ ഷെസാദ് ബ്രോ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. പുള്ളിക്കാരൻ ഈ യൂസഫ് ഭായിയുടെ പെർഫ്യൂം ബാറിൽ തന്നെയാണ് എപ്പോഴും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഒരാഴ്ച ഫ്രിഡ്ജ് വെക്കണമെന്ന്. ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഈ ഇൻ ട്രാൻസിറ്റ് ഒക്കെ ആയിരുന്നു ഇത് അതിന് 2-3 ദിവസം മുമ്പ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി അങ്ങോട്ടായിട്ടില്ല എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാൽ കൂടെ ഓപ്പണിങ് സിമിലർ ആണ്. ഡ്രൈ ഡൗൺ ഒരല്പം വ്യത്യാസമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയതല്ല, വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പം യൂസഫ് ഭായിയുടെ ഫ്രാഗ്രൻസ് അങ്ങനെയാണ്. കേരളത്തിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത് മീഡിയം ആണെന്നാണ് പറഞ്ഞത്. ഒരുപാട് വലിയ പ്രൊജക്ഷനൊന്നും ഇതിനില്ല. പെർഫോമൻസും മീഡിയം ആണെന്നാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. എനിക്കിത് ഇനിയും കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ പറയാം. ഏതാണ്ട് ഓപ്പണിങ് ഒരു 85-90% സിമിലാരിറ്റി ലൂയി വിറ്റനകത്തുണ്ട്. ശേഷിച്ച 10% എന്ന് പറയുന്നത് അത് ആ പെർഫ്യൂമറുടെ സിഗ്നേച്ചറാണ്. ജാക്ക് കൗലിയർ ബെലറ്റൂഡ് പോലുള്ള വലിയ വലിയ പെർഫ്യൂമേഴ്സിന്റെ സിഗ്നേച്ചറാണത്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി പെർഫ്യൂമറിന് ഇപ്പം ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച ഒരു പടം ഇപ്പം മൈക്കലാഞ്ചലോയുടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതുപോലെ തന്നെ ഒരു പടം വരയ്ക്കും. രണ്ടും ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളാണ്. പക്ഷേങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇത് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ആർട്ട് വർക്കാണ്. അപ്പം ഏതാണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു ക്ലോണാണ് ഇത് കേട്ടോ, യൂസഫ് ഭായിയുടെ ഇമാജിനേഷൻ. പക്ഷേങ്കിൽ ഡ്രൈ ഡൗണും ഇത് എനിക്ക് അടിച്ചിട്ട് കോംപ്ലിമെന്റ്സ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് ഇപ്പം എന്താണെന്നുള്ളതാണ്. ഡ്രൈ ഡൗണും ഒക്കെ ഒരല്പം വ്യത്യാസമുണ്ട് ഇമാജിനേഷനേക്കാളും. ഓപ്പണിങ് ഓക്കെയാണ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് സിമേയ മസാജ് ഇൻഫ്യൂസ്ഡ്. ഇതാണ് ബോട്ടിൽ. ഇത് നമ്മുടെ മേസൺ ഫ്രാൻസിസ് ഗുർജിയാൻ അക്വ സെലസ്റ്റിയ ഫോർട്ടിന്റെ ബോട്ടിൽ കോപ്പി അടിച്ച അത് ആ ഫ്രാഗ്രൻസ് ഉണ്ട്. ഞാൻ പിന്നെ റിവ്യൂ ചെയ്യാം. അക്വ സെലസ്റ്റിയ ഫോർട്ട് ഇതുണ്ടതേ. ഇത് ഇമാജിനേഷനുമായിട്ട് എങ്ങനെയാന്ന് നോക്കാം. ഈ സിമേയ മസാജ് ഇൻഫ്യൂസ്ഡിന് വുഡി എലമെന്റ് കൂടുതലാണ്. ഇമാജിനേഷനും സിട്രസ് പ്രൊനൗൺസ് ചെയ്ത് ആദ്യം വരുമ്പം ഇതും ഫ്രഷാണ്, സിട്രസിയാണ്. പക്ഷേങ്കിൽ ഇതിന് വുഡി എലമെന്റ് കൂടുതലാണ്. വുഡി സിന്തറ്റിക് എലമെന്റ് കൂടുതലാണ്. നമുക്ക് ഈ ഇമാജിനേഷനുമായിട്ട് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സിന്തറ്റിക് എന്നല്ലേ. യൂസഫ് ഭായിയുടെ പെർഫ്യൂമിനകത്ത് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻസിന് ക്വാളിറ്റി മണക്കുന്നുണ്ട്. നമുക്ക് അത്ര ഒരു വ്യത്യാസം തോന്നത്തില്ല ആ ഒരു ക്വാളിറ്റിയിൽ. കണ്ടോ, ഇത് നല്ല സിന്തറ്റിക് ആയിട്ട് നിങ്ങൾ ഈ ലൂയി വിറ്റൺ ഇമാജിനേഷൻ ഇവിടെ അടിച്ചിട്ട് മണത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സിന്തറ്റിക് വൈബ് ഉണ്ടാവും. സിന്തറ്റിക് വൈബ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വുഡിനെസ്സും കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇവന് അത്യാവശ്യം നല്ല പ്രൊജക്ഷനും ഉണ്ട് അത്യാവശ്യം. പക്ഷെ ഇമാജിനേഷൻ്റെ അത്രയും എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടില്ല. എനിക്കൊരു 2-3 എണ്ണം മാക്സിമം കിട്ടിയിട്ടുള്ളൂ ഇത് അടിച്ചിട്ട്. ഇത് വന്നിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ. അതോടുകൂടി തന്നെ ഇത്രയും തീർത്ത് കണ്ടോ. അപ്പം ഇമാജിനേഷനോട് സിമിലർ ആണ്, എന്നാൽ കുറച്ച് വുഡി എലമെന്റ് കൂടുതലാണ്. ആ ഒരു ഡിഫറൻസ് ഇതിനുണ്ട്. ഓപ്പണിംഗ് നോട്ട് സിന്തറ്റിക് ആണ്, പക്ഷേങ്കിൽ ഒരു 80% സിമിലാരിറ്റി എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. കേരളത്തിൽ പ്രൊജക്ഷൻ ലോഞ്ചിവിറ്റി എല്ലാം മീഡിയമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ബീസ്റ്റ് മോഡ് പെർഫോമർ ഒന്നുമല്ല. 4 hours ഒക്കെ നിൽക്കുകയുള്ളൂ. 4 to 6 hours മാക്സിമം നിൽക്കും ഇൻഡോർ AC ചെയ്യുകയാണെങ്കിൽ. അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും നിൽക്കത്തില്ല. ലാസ്റ്റത്തെ
ക്ലോണാണ് അൽഹർമൈൻ ആംബറൂദ് അക്വ ദുബായ്. ഇതിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ വേറെ ചെയ്തുകൊണ്ട് നടക്കുവാൻ എപ്പോഴും ഇത്രയും വേറെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇതിനകത്തൊരു ക്വാളിറ്റി നന്നായിട്ട് മണക്കുന്നുണ്ട്. ഇമാജിനേഷനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ സോപ്പി സിട്രസിയ ഈ അൽഹർമൈൻ ആംബറൂദ് അക്വ ദുബായ്. കുറച്ചുകൂടെ ഒരു സോപ്പി കൈൻഡ് ഓഫ് വൈബ് ഇതിന് കൂടുതലാണ്. പക്ഷേ എങ്കിലും നല്ലതാണ്. ഇമാജിനേഷൻ ആസച്ച് ഇതുവരെ ആർക്കും ക്ലോൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇമാജിനേഷനുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. ഓപ്പണിംഗ് നോട്ട് സോഫാർ ക്ലോസസ്റ്റ് അപ്രോച്ച് യൂസഫ് ബൈ ആണ്. ഇതൊരു 85% ക്ലോസ് അപ്രോച്ചാണ്. പക്ഷേങ്കിൽ ഈ ഉള്ളതിനകത്ത് യൂസഫ് ബൈയുടെ ഇത് മാസറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിന്റെ പെർഫോമൻസ് വേരി ചെയ്തേക്കാം. പക്ഷേങ്കിൽ ഹാവിങ് സെഡ് ദാറ്റ് ഈ ഉള്ള ഫ്രാഗ്രൻസുകളിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ഇതാണ്. ഇത് റൂം ഫില്ലർ. ഇപ്പം വലിയൊരു ഹോള് പോലത്തെ റൂമിൽ ഞാൻ ഈ സാധനം അടിച്ചിട്ട് അതിൻ്റെ അകത്ത് ചെന്നിരുന്ന് ഓരോ പ്രാവശ്യവും കതക് തുറക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇതെന്തൊരു നല്ല മണം ഇവിടെ, ഇതെന്തോ ഈ സംഗതി. അപ്പം അവർക്കറിയാം ഞാൻ പെർഫ്യൂം ഉപയോഗിക്കുന്ന ആളാണെന്നറിയാം. അപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും ഇവനാണ് ഇതിൻ്റെ ആള് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത്രയും റൂം ഫില്ലറായി ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇമാജിനേഷനും നല്ല പെർഫോമൻസ് ഉള്ള സാധനം കേട്ടോ. ഒരുപാട് കോംപ്ലിമെന്റ്സ് എനിക്ക് അല്ലാതെ തന്നെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഇതാണ്. ഇതിന് പക്ഷേങ്കിൽ 5000 to 7000 രൂപ വിലയുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത 2 ക്ലോണുകൾ ഇതുമാണ്. ഇതിനകത്തൂടെ എനിക്കിഷ്ടപ്പെട്ട ഫ്രഞ്ച് ടൊബാക്കോ ആണ്. പിന്നെ മസാജ് ഇൻഫ്യൂസ്ഡ്. പിന്നെ യൂസഫ് ബൈയുടെ ഓപ്പണിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇമാജിനേഷനുമായിട്ട് നല്ല സാമ്യമുണ്ട്. അതിൻ്റെ ഒരു പെർഫ്യൂമിൻ്റെ ക്വാളിറ്റിയും കൊള്ളാം. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് മീഡിയം ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. മാസറേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് എനിക്കത് ഫുള്ളായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് കദിലാജ് ഗാറൂസ് ബ്ലൂ സ്പൈസ് ആണ്. ഇത് ഭയങ്കര ഫ്രഷാണ് ഓപ്പണിങ്ങിൽ, പക്ഷെ പെർഫോം ചെയ്ത് കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്കൊരു 5000 to 6000 മടക്കാനായിട്ട് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഞാൻ പറയാം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അൽഹർമൈൻ ആംബറൂദ് അക്വ ദുബായ് ആണ്. പിന്നെ നിങ്ങളുടെ ഏറ്റവും ഇത് രണ്ടും, പിന്നെ ഉള്ളത് ഇത് രണ്ടും ഏതാണ്ട് ഒരുപോലാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും ഇടാം. അതിലും എക്കണോമിക്കൽ എപ്പോഴും ഇതായിരിക്കും. കാരണം 200 ml നിങ്ങൾക്ക് ഒരു 4000 bucksന് കൈ കിട്ടും. ഇവൻ്റെ ഈ 100 ml വിലയ്ക്ക് ഇത് 200 ml കിട്ടും. അപ്പം ഈ അംബറൂദ് ആണ് ശകലം ബഡ്ജറ്റ് കൂടുതലുള്ളത്. ബഡ്ജറ്റിൽ ഇത് നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ മതി, ക്ലോണായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ. അതേ ഞാൻ പറയുള്ളൂ. പ്രൊവൈഡഡ് മറ്റേ ഇതൊരു ഫ്രാഗ്രൻസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് വേരി ചെയ്യുകയാണ്, ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ ചിലപ്പോൾ ലെങ്തി ആയിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.